ഓട്ടം എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഭയങ്കര എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു ചാൻസ് തന്ന സാം ചേട്ടനെയും തോമസ് ഇരവിള സാറിനെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു നല്ല കഥയാണ്, ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടാണ് ഞാനിപ്പം ഇതിന് ചെയ്യുന്നത്. സൂപ്പർ കഥയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഞാൻ മോഡലിംഗ് ചെയ്തിരുന്നു. കൊച്ചി മെട്രോ, മഹാലക്ഷ്മി സിൽക്സ്, പിന്നെ ഫേസ് ഓഫ് കേരള ഫൈനലിസ്റ്റ് ആയിരുന്നു. അങ്ങനെ മോഡലിംഗ് ഫീൽഡിൽ കൂടെയാണ് ഞാനിതിലേക്ക് വന്നത്. മൂവി എനിക്ക് പണ്ട് തുടങ്ങിയ ആക്ട്രസ് ആണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ഫൈനലി ഒരു ഡ്രീം കം ട്രൂ പ്രൊജക്റ്റാണത്. ഇല്ല, അങ്ങനെ ഇപ്പം മൂവിയിലെത്തിയെന്ന് വെച്ച് മോഡലിംഗ് ഉപേക്ഷിക്കണം എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ താരമൊന്നും ആയിട്ടില്ല. ഇനി ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. താരം എന്നുള്ളൊരു വാക്ക് എന്നെന്ന് വെച്ചത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെറിയൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ വളർന്നു വരികയാണ്. എനിക്ക് ഇനിയും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. മലയാളം ഇൻഡസ്ട്രിയിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ വെച്ച് തന്നെ ആൾക്കാർ അറിയപ്പെടണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി തന്നെയാണ്. ആക്ച്വലി എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്നെ ഇങ്ങനെ ചീത്തയൊന്നും പറയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ടേക്ക് പോയാലും മൂന്നാമത്തെ ടേക്ക് പോയാലും സാം ചേട്ടൻ എന്നെ ചീത്തയൊന്നും പറയില്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ പിന്നെ അവസാനമൊക്കെ ആയപ്പം പാക്കപ്പൊക്കെ പറയുമ്പോൾ എല്ലാവരും ഭയങ്കര കരച്ചിലും എല്ലാവർക്കും ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് എ സെക്കൻഡ് ഫാമിലി. നമ്മൾ അച്ഛനും അമ്മയെ കഴിഞ്ഞിട്ട് ഓട്ടം ഫാമിലി ഒരു വലിയൊരു ഫാമിലി തന്നെയായിരുന്നു. ഭയങ്കര കൂട്ടായ്മ തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു എക്സ്പീരിയൻസ്, ഒരിക്കലും മറക്കില്ല. ഞാൻ ആക്ച്വലി മൂവി ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടൊരു 10 days കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു എൻ്റെ പോർഷൻ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കുമ്പം മണികണ്ഠൻ ചേട്ടൻ അവിടെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. സാർ അവിടെ ഇരിക്കുമ്പോൾ, മണികണ്ഠൻ ചേട്ടൻ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ വേഗം പോയി ഓടിച്ചെന്ന് പരിചയപ്പെട്ടു. സച്ച് എ ഹമ്പിൾ പേഴ്സൺ. മാധുരി, പേരെന്താണ്, വീട് എവിടെയാണ്. അതുപോലെ തന്നെ എൻ്റെ അച്ഛനോട് സംസാരിച്ചു. ഞങ്ങൾ കുറേ നേരം ഒന്ന് സംസാരിച്ചു. ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. നല്ല രസമാണ് ചേട്ടനോടിരുന്ന് വർത്താനം പറയാനൊക്കെ. എപ്പോഴും സെറ്റിൽ ചേട്ടനുണ്ടെങ്കിൽ ഞങ്ങൾ പോയിരുന്ന് വർത്താനം പറഞ്ഞ് എനിക്ക് കുറേ ടിപ്സൊക്കെ ഷെയർ ചെയ്തു തന്നിട്ടുണ്ട്. ഇല്ല, എനിക്കൊരിക്കലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് തുടക്കമാണ്. ഞാൻ പരിചയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആൾക്കാരെ തന്നെയാണ് റിയൽ ലൈഫിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ പരിചയപ്പെട്ടതിനെക്കാട്ടും വളരെ നല്ല ആൾക്കാരെയാണ് ഞാനിപ്പോൾ ഓട്ടത്തിൽ വന്നിട്ടാണെങ്കിലും എല്ലാവരും, ക്യാമറ, പ്രൊഡക്ഷൻ, എല്ലാവരെയും വെച്ച് എല്ലാവരും നല്ല ആൾക്കാരാണ്. അപ്പം എനിക്കങ്ങനെ ഒരു മോശം എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ അറിയില്ല. ബിക്കോസ് എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല ഇതുവരെ. ദൈവം സഹായിച്ച്. ദൈവം സഹായിച്ച് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. എന്തായാലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. അത് മോശം അഭിപ്രായം എന്ന് ആൾക്കാർ പറയുന്നു, അത് ഞാനിതുവരെ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വെച്ച് എൻ്റെ ഫാമിലിക്കൊക്കെ വലിയ സപ്പോർട്ടായിരുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് പാസ് ഔട്ട് ആയുള്ളൂ അമൃതയിൽ നിന്ന് BCA കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ആമസോണിൽ പ്ലേസ്ഡായി. ഐ വാസ് വർക്കിംഗ് ദെയർ ലൈക്ക് ഒരു 4 മാസത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാഷൻ, എനിക്ക് പണ്ട് തുടങ്ങിയ ആക്ടിങ് ആയിരുന്നു പാഷൻ. അപ്പം ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ റിസൈൻ ചെയ്തു വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ആദ്യം എൻ്റെ പാരൻസിനോട് പറഞ്ഞപ്പം അവരായിരുന്നു ഏറ്റവും വലിയ സപ്പോർട്ട്. ഫാമിലി ആയാലും എൻ്റെ നെയ്ബേഴ്സ്, ഞാൻ പറഞ്ഞത് വെച്ച് ആർക്കും, ഞാൻ അറിഞ്ഞതും ഞാൻ ഈ കാര്യം പറഞ്ഞത് വെച്ച് ആർക്കും ഒരു മോശം അഭിപ്രായം എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ധാരണ വേറെ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അത് എനിക്കറിയില്ല. ചിലപ്പം ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കാം. ട്രോളിങ് എന്നുള്ള രീതിയാണോ ഉദ്ദേശിക്കുന്നത്? ട്രോൾ ചെയ്യുന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത്? ട്രോളിങ് അത് ആക്ച്വലി ഒരു ഫണ്ണല്ലേ. നമ്മളെക്കുറിച്ച് തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ട്രോള് കണ്ട് അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെക്കുറിച്ചായാലും അതൊരു നല്ല ട്രോളാണെങ്കിൽ അത് ഞാൻ ആസ്വദിക്കും. അത് രസമല്ലേ, വായിച്ചൊക്കെ ചിരിക്കാനുള്ള സമയം പോക്കല്ലേ. സാരമില്ല, അതൊക്കെ വേണം ജീവിതത്തിൽ ആവശ്യം. ഞാൻ ഇപ്പം അങ്ങനെ
നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത ക്യാരക്ടർ വെച്ച് ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സോ അങ്ങനെ ഒരു ഡെപ്തുള്ള പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ സ്റ്റോറി നല്ലതായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം, കൺവിൻസിംഗ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും. അപ്പോൾ ഞാൻ രണ്ടും ചൂസ് ചെയ്യും. അതനുസരിച്ച് ഞാൻ എങ്ങനെയെങ്കിലും ഞാനത് രണ്ടും ചെയ്തിരിക്കും. പക്ഷെ ഇത്രയും ഒരു വലിയ ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആരും കളയില്ല. പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ഒരു ഡ്രീമാണ് അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് രണ്ടും ചെയ്തിരിക്കും. ഓട്ടം സൂപ്പറായിട്ട് ഓടും എന്നാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ വിശ്വാസം. കുറേ പേരുടെ ഹാർഡ് വർക്കാണ്, സൂപ്പർ സ്റ്റോറിയാണ്. ആ സിനിമ, ഞങ്ങളിപ്പോൾ ചെയ്ത സിനിമ നന്നായിട്ട് ഓടാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് ശരിക്കും. അപ്പം സൂപ്പർ ഡൂപ്പറായിട്ട് ഓടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ശബരിമല ആയാലും അത് പല ആൾക്കാർക്ക് പല ഒപ്പീനിയനാണ്. അപ്പോൾ എനിക്കത് ഇപ്പം ഞാനൊരു സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഞാനൊരു അത്യാവശ്യം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എൻ്റെ വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ അത് ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ അത് കണക്കിലെടുത്ത് ഒരു ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ശബരിമലയിൽ ഗേൾസ് എന്തുകൊണ്ട് കയറിക്കൂടാ എനിക്കൊരു ചെറുതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ കയറാൻ പറ്റില്ലേ, എന്താ കയറിയാൽ പ്രശ്നം അന്ന്. അത് ഓരോരുത്തരുടെ വ്യൂ പോയിൻ്റാണ്. ഞാൻ എൻ്റെ വ്യൂ പോയിൻ്റ് പറഞ്ഞു എന്നുള്ളൂ. എൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് എനിക്ക് കയറുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ കയറാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ അടിയുറച്ച് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷെ കയറാൻ ആഗ്രഹമുള്ളവർക്ക് അവരെ ഒന്ന് കയറ്റുന്നത് പ്രശ്നമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ അതിൽ തെറ്റെനിക്ക് തോന്നിയില്ല. അതിപ്പം പണ്ട് തുടങ്ങി നമ്മൾ കേരളത്തിൽ ഫോളോ ചെയ്ത് പോകുന്ന ഒരു വിശ്വാസമാണ്. ശബരിമലയിൽ ഗേൾസ് കയറാറില്ല, ഫൈൻ. അത് കഴിഞ്ഞ് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ വന്നാൽ തീർച്ചയായും അതിലേക്ക് ഫോക്കസ് പോകണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇതിത്ര ഫേമസ് ആയൊരു ഇഷ്യൂ ആയതുകൊണ്ട് അതിൽ എൻ്റെ ഒരു ടേക്ക് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോരുത്തരുടെ നിലപാടാണ്, ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഇപ്പം പൃഥ്വിരാജ് ചേട്ടന് തോന്നിയിട്ടുണ്ടാവാം അതിലെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ വിഷയങ്ങളുണ്ടാവും, അതുകൊണ്ട് അതിന് ശബരിമല ഇഷ്യൂവിനെ വെറുതെ വിട്ടൂടെ എന്ന് ചോദിച്ചതാവാം. അതിപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലായിട്ട് ഇതുവരെ ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല പൃഥ്വിരാജ് ചേട്ടനെ കാണാനും പരിചയപ്പെടാനും. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാതെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പം ഞാൻ പോയില്ല. എനിക്ക് പോകണം എന്ന് ചോദിച്ചാൽ എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു പോകണം എന്ന്. ഒരു 10 വയസ്സ് വരെയൊക്കെ എന്തോ പോകാൻ പറ്റിയില്ല. ഞാൻ പഠിത്തത്തിൽ ബിസിയായിരുന്നു, അച്ഛൻ ഇവിടെ കൊണ്ടുപോയില്ല, എന്തോ കയറാൻ പറ്റില്ല. അപ്പം ഇനി പോകണമെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമാണ് പോവാൻ. ഇപ്പോഴത്തെ ഒരു എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ഇറ്റ് ക്യാൻ ചേഞ്ച്. ഇറ്റ് ചേഞ്ചസ് എൻ്റെ ഒരു കാഴ്ചപ്പാടും എന്താണോ ശരിയെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്ന, ഞാൻ ഭയങ്കര ഇമ്പൾസീവായിട്ടുള്ള ക്യാരക്ടറാണ്. എനിക്ക് എന്താണോ ശരിയെന്ന് ഇപ്പോൾ തോന്നുന്നതാണ് ഞാൻ ചെയ്യാറ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണെന്ന്. ഇറ്റ് മൈ ചേഞ്ച്, ഇല്ല എന്നൊന്നും ഞാൻ പറയും. യോജിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഉപയോഗിച്ച് അതുകൊണ്ട് കുറേ പേർക്ക്, കുറേ ആക്ട്രസസ്മാർക്ക് ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഉള്ളത് നല്ലതാണ്. ബിക്കോസ് കുറേ പേർക്ക് ഒരു സെക്യൂർ ഫീലിംഗ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എനിക്കാണെങ്കിലും
അങ്ങനെ വരാതിരിക്കട്ടെ. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഐ ക്യാൻ ടേക്ക് മൈ സ്റ്റാൻഡ്. അപ്പം ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പം അത് ഉള്ളത് നല്ലതാണ്. എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ച് എന്തെന്നുണ്ടാവുന്നോ അന്ന് ഞാൻ പ്രതികരിച്ചിരിക്കും. ഞാനങ്ങനെ മിണ്ടാണ്ട് എല്ലാം സഹിക്കുന്ന ഒരു സ്വഭാവമല്ല. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായി പ്രതികരിക്കണം എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു വ്യൂ പോയിന്റിലാണെങ്കിൽ എനിക്കാണിത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി റിയാക്ട്. മറ്റുള്ളവരുടെ ഐ എം നോട്ട് ഷുവർ. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെ ആയിരിക്കും. അവരുടെ വേ ഓഫ് തിങ്കിങ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓട്ടത്തിൽ എനിക്ക് ഒന്നും അങ്ങനെ നേരിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫാമിലി പോലെ തന്നെയാണ്. അപ്പം എങ്ങനെയാണോ നമ്മുടെ ഫാമിലി നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കെയറും കൺസേണും എല്ലാം കൊണ്ടാണ് ഓട്ടത്തിൽ ഓരോ ക്രൂ മെമ്പർ എന്നെയൊക്കെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഓട്ടം വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. ഒന്നും ഒരു എടുത്തു പറയുമ്പോൾ ഒരു ചെറിയൊരു മിസ്ഹാപ്പ് പോലും ഓട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു നെഗറ്റീവ് രീതിയിൽ ഒരു അപ്രോച്ച് ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു സ്ക്രിപ്റ്റ് ഇപ്പം ഒരു സ്റ്റോറി വരികയാണ്, നമ്മൾ വായിക്കുന്നു, അതിനകത്ത് എന്തെങ്കിലും ഇതുപോലെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സീൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് മൂവി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിവായ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ പേഴ്സണലി ഐ ഹാവ് നോട്ട് ഫേസ്ഡ് എനി ഇഷ്യൂസ് ആസ് ഓഫ് നൗ. പബ്ലിസിറ്റിക്ക് വേണ്ടി എനിക്ക് ഇപ്പം അഡാർ ലവിനെ കുറിച്ച് എടുത്തു പറയാനാണെങ്കിൽ അതിൻ്റെ പബ്ലിസിറ്റിക്ക് അവർ മേജറായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ സിനിമ മെയിനായിട്ട് ആൾക്കാർ അറിഞ്ഞത് പ്രിയ വാര്യയുടെ വിങ്ക് ഗേൾ തന്നെയാണല്ലോ അറിയപ്പെടുന്നത്. അപ്പം അതാണ് കൂടുതൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിപ് ലോക്ക് അത് ഈ ഒരിടക്കാണ് നമ്മളിപ്പോൾ യൂട്യൂബിൽ കാണാൻ തുടങ്ങി. അത് എന്തുകൊണ്ട് ഇപ്പം ആ സ്ക്രിപ്റ്റിൽ ആവശ്യമാണെങ്കിൽ ഐ കംപ്ലീറ്റ്ലി അഗ്രി ടു ഇറ്റ്. ആ സ്ക്രിപ്റ്റിന് അത് അത്യാവശ്യമാണെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് നടൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിപ്പം നല്ലൊരു സിനിമയാണ്, ആ സിനിമയിൽ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആ ഒരു സീനാണെങ്കിൽ അത് നടൻ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയില്ല. നടൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആ നടനല്ലല്ലോ, ആ സിനിമയിൽ അത് വേറൊരു ക്യാരക്ടറല്ലേ. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു നടൻ്റെ ഒപ്പം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയണേ? ആ ഒരു സ്ക്രിപ്റ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വുഡ് ബി ഓക്കെ. ബട്ട് ഇന്ന നടന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ നടൻ തന്നെ ആ സിനിമയിൽ വേറെ ക്യാരക്ടറായിരിക്കുമല്ലോ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റും? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഒരു നിലപാടാണ് പറഞ്ഞത്. ആളുടെ ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ ഭയങ്കര സുന്ദരനാണ്, നല്ല ടാലൻറ്റഡ് ആണെങ്കിൽ നമ്മൾ ലിപ് ലോക്ക് ചെയ്യും, അങ്ങനെ ചെയ്യില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സീന് കൊണ്ട് ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ ഡെഫിനറ്റ്ലി. അല്ലാതെ ഇന്ന നടൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ബാനറൊക്കെ നോക്കി സൂക്ഷിച്ചൊക്കെ ചെയ്താൽ മതി, പ്രശ്നമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സിനിമയിൽ ഒരുപാട് ഡീഗ്രേഡിംഗ് ഉണ്ടല്ലോ, മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യും. ഓഡിയനാണ് അഡാർ ലവ് ആണെന്നൊക്കെ നേരിട്ട് അതേ സെയിം പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ സിനിമ പുതിയ താരങ്ങൾ എത്തുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാകും. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാനിപ്പോൾ ഒടിയനാണെങ്കിലും അഡാർ ലവ് ആണെങ്കിലും ആദ്യം ഭയങ്കര ഫേമസ് ആയതല്ലേ, ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു, ആൾക്കാർക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു ഭയങ്കര. അപ്പോൾ അതിന് എവറിത്തിങ് കോയിൻ ഹാസ് ടു സൈഡ്സ്. അപ്പോൾ അതിന് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഡീഗ്രേഡ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഒരാൾക്കിപ്പോൾ ഇപ്പം എൻ്റെ ക്യാരക്ടറിന് ആൾക്കാർ എന്നെക്കുറിച്ച് നല്ല കമൻറ്റ്സ് പറയുകയാണെങ്കിൽ എൻ്റെ ചില ആൾക്കാർക്ക് അക്സെപ്റ്റബിൾ ആവാത്ത കാര്യങ്ങൾ കണ്ടാൽ അവർ മോശവും പറയും, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോൾ അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്, വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്, നോ ബിഗ് ഡീൽ. നമുക്ക് ഇഷ്ടമുള്ളത് ഒന്നും എടുക്കുക,
ഇഷ്ടമില്ലെങ്കിൽ ഓട്ടത്തിനെക്കുറിച്ച് നന്നായിട്ട് ഓടും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വിശ്വാസമുണ്ട്. അടിപൊളി സ്ക്രിപ്റ്റാണ്, സൂപ്പർ സ്റ്റോറിയാണ്. എല്ലാവരും പോയി കാണണം. ഞാൻ ഒരു പുതിയ ആളാണ് ഇൻഡസ്ട്രിയിൽ. ഞാൻ വളർന്നു വരുന്നുള്ളൂ. ഇപ്പം അതിൻ്റേതായിട്ടുള്ളൊരു സപ്പോർട്ടും സ്നേഹവും എല്ലാവരും കാണിക്കും. താങ്ക് യു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.